നമുക്ക് നമ്മുടെ വെള്ളരിക്ക കിച്ചടി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ചീനച്ചട്ടി ചൂടായി വരുന്ന നേരം കൊണ്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ വെള്ളരിക്ക, ഞാനിവിടെ ഏകദേശം 250 ഗ്രാം വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. അളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ 2 കപ്പ് വെള്ളരിക്ക ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് വെള്ളരിക്ക കിച്ചടിയാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ കുറേ പലതരം കിച്ചടികളുണ്ട്. പൈനാപ്പിൾ കിച്ചടി ഉണ്ട്, മുന്തിരി കിച്ചടി, ബീട്രൂട്ട് കിച്ചടി, അങ്ങനെ കുറേ ഉണ്ട്. അപ്പം ഞാനിപ്പോൾ ഇന്ന് വെള്ളരിക്കയാണ് ചെയ്യണേ. മറ്റുള്ള കിച്ചടികൾ ഞാൻ വേറൊരു ദിവസം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി നമുക്കിതിലേക്ക് ഏകദേശം ഒരു 1/4 കപ്പ് അളവിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് എല്ലാം കൂടിയും നന്നായിട്ടൊന്ന് ഒരു കയ്യിൽ വെച്ച് നമുക്കിതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. എല്ലായിടത്തും എത്തണം കേട്ടോ. ഇനി ഏകദേശം നമുക്കൊന്ന് ഇത് മൂടി വെച്ചൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ വെള്ളരിക്ക വേവണ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ അരപ്പ് തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഏകദേശം 1 കപ്പ് അളവിൽ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പച്ചമുളകാണ്. ഞാനിപ്പോൾ ഒരു 3 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളകിൻ്റെ അളവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. കുറവ് വേണമെങ്കിൽ കുറയ്ക്കാം, കൂട്ടണമെങ്കിൽ കൂട്ടാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് 1/2 കപ്പ് അളവിൽ തൈരാണ്. അപ്പോൾ നമ്മളിതിൽ വെള്ളം ചേർക്കണില്ല. അപ്പോൾ നമുക്ക് ആ തൈര് ചേർക്കാം. ഇനി നമുക്കിതൊരു നല്ലൊരു ഫൈൻ പേസ്റ്റായിട്ട് ഇതൊന്ന് അരച്ചു കൊണ്ടുവരാം. ഇവിടെ ഞാൻ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ഫൈനായിട്ട്. നമുക്കിനി ഇതൊരു സൈഡിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. ദേ അപ്പം നമ്മുടെ 5 മിനിറ്റ് മുമ്പ് നമ്മൾ വേവിക്കാൻ വെച്ചാൽ നമ്മുടെ വെള്ളരിക്ക നമുക്കൊന്ന് തുറന്ന് നോക്കാം. ദേ അപ്പം ഇതിൽ ഇനി ബാലൻസ് ഉള്ള വെള്ളം നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പം ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നമ്മുടെ വെള്ളം വറ്റി വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് നമ്മുടെ അരപ്പ് എല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിതിലേക്ക് ഞാൻ ടോട്ടൽ 1 കപ്പ് തൈരാണ് എടുത്തത്. അതിൽ 1/2 കപ്പ് ഒഴിച്ച് തേങ്ങ നമ്മൾ അരച്ചിട്ടുണ്ടായിരുന്നു. ഇനി ബാക്കിയുള്ള തൈര് ഞാനിവിടെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ആ കട്ടയൊക്കെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് അതൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1/4 ടീസ്പൂൺ കടുക് ഞാനിതിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അപ്പം നമുക്കതൊന്ന് ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ പച്ചടിയും കിച്ചടിയായിട്ടുള്ള മെയിനായിട്ടുള്ള വ്യത്യാസം ഒന്നാണ്. നമ്മൾ കിച്ചടിയിൽ ഇങ്ങനെ ചതച്ചിടുന്നു, പച്ചടിയിൽ നമ്മളിങ്ങനെ അരച്ച് ചേർക്കാണ് ചെയ്യുക. അപ്പം ഇതൊന്ന് നന്നായി ഒന്ന് ചൂടായി വരട്ടെ. ഒരുപാട് തിളയ്ക്കാൻ നിൽക്കരുത്. ഇത് നന്നായി ഒന്ന് ചൂടായി വന്നാൽ മതി. കാരണം തിളയ്ക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ തൈരും ആ തേങ്ങയും കൂടി ഒരു പിരിഞ്ഞ പോലെയാവും. അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതി. ഇപ്പം നമ്മൾ പാനിലെ വെള്ളമൊക്കെ വെറ്റി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് ഞാനിവിടെ ഏകദേശം 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് ഇനി ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുന്ന സമയത്ത് നമ്മുടെ തീയും നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ഒരു 4 വറ്റൽമുളക് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ചധികം തന്നെ വേപ്പില ഇത് മതിയാവും. നമ്മുടെ കടുകും വറ്റൽമുളകൊക്കെ ഏകദേശം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മുടെ കറിയിലേക്ക്, കിച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ കടുക് താളിച്ചതിന് ശേഷമുള്ള എൻ്റെ വീഡിയോ ഒന്ന് മിസ്സായി പോയി. അത് നിങ്ങൾ ചെയ്യേണ്ടത് കടുക് താളിച്ച് നമ്മുടെ കിച്ചടിയിലേക്ക് ഒഴിച്ചതിന് ശേഷം ഏകദേശം ഒരു 10 മിനിറ്റ് നിങ്ങൾ
അതിൽ തൊടാതെ മൂടി വെച്ച് വേവിക്കണം. കാരണം വേറെ ഒന്നല്ല, നമ്മുടെ താളിച്ചൊഴിച്ചത് അതിലൊക്കെ നന്നായിട്ട് പിടിച്ചാലേ ടേസ്റ്റ് വരുള്ളൂ. അതിന് വേണ്ടിയാണ് 10 മിനിറ്റ് മൂടി വെക്കാൻ പറയണേ. അപ്പം നമ്മുടെ 10 മിനിറ്റിന് ശേഷം നമ്മുടെ കറി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമ്മുടെ കറിയിലൊക്കെ കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്കിത് നമ്മുടെ സദ്യയുടെ കൂടെ നമുക്കിത് കഴിക്കാവുന്നതാണ്. സദ്യയുടെ കൂടെ മാത്രമല്ല, നമുക്ക് വീട്ടില് ഫുഡിന്റെ കൂടെ ഉച്ചയ്ക്ക് ലഞ്ചിനും കഴിക്കാവുന്നതാണ്. അപ്പം എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.